കുണ്ടറ വെള്ളിമൺ സ്വദേശിയായ 72 വയസ്സുള്ള സുകേശിനി അമ്മ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിയത് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് വാങ്ങുന്നതിനാണ്. എന്നാൽ ആശുപത്രിയിലെ ഫാർമസിയിൽ ഫാർമസിസ്റ്റിന് പകരമുണ്ടായിരുന്നത് മറ്റൊരു ജീവനക്കാരനായിരുന്നു. എല്ലാ കവറുകളും ഒരുപോലെ ഇരുന്ന് ആകെ ജഗപുകയായതുകൊണ്ടായിരിക്കാം ഈ ഫാർമസിന് പകരമുണ്ടായിരുന്ന ജീവനക്കാരൻ എടുത്തു നൽകിയത് മാനസിക വിഭ്രാന്തിക്കുള്ള മരുന്ന്. വീട്ടിലെത്തി മരുന്ന് കഴിച്ച സുകേശിനി അമ്മ ആദ്യ ദിവസം തന്നെ ബന്ധുക്കളോടും മക്കളോടും ഒക്കെ തലയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, തല കറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും മരുന്നിൻ്റെ ആയിരിക്കുമെന്ന് കരുതി വീട്ടുകാർ അനങ്ങിയില്ല. എന്തായാലും രാവിലെ വീണ്ടും സുകേശിനി അമ്മ മരുന്ന് കഴിച്ചു. ഇതോടെയാണ് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നിന് പകരം മാനസിക വിഭ്രാന്തിയുടെ മരുന്ന് കഴിച്ച സുകേശിനി അമ്മ തലകുറ്റി വീഴുന്നത്. അപ്പോഴാണ് വീട്ടുകാർ ഈ മരുന്നും ലിസ്റ്റുമൊക്കെ പരിശോധിക്കുന്നത്. എന്തായാലും ഗുരുതരമായ ഒരു പിഴവാണ് ഈ കുണ്ടറ വെള്ളിമൺ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലുണ്ടായത്. ഇവർ സ്ഥിരമായി 72 വയസ്സുള്ള അമ്മ അവിടെ എത്തി മരുന്ന് വാങ്ങുന്നതാണ്. കഴിച്ചത് തിങ്കളാഴ്ച രാവിലെ ഒന്ന് കഴിച്ചു, പിന്നെ രാത്രി ഒന്ന് കഴിച്ചു, പിന്നെ ചൊവ്വാഴ്ച നാൾ ലൈൻ വീഴുന്നതാണ്. എനിക്ക് ആദ്യം കഴിച്ചെന്നുണ്ട് ഇലക്കേട് ഉണ്ടായിരുന്നു, ഇരുന്നിടത്ത് എഴുന്നേക്കാൻ വയ്യായിരുന്നു, കുറേ ഇരുട്ടി വന്നിട്ട്. പിന്നെ എനിക്കിങ്ങനെ ആയത്. പിന്നെ ഞാനീ ഗുളികയുടെയാണെന്നുള്ള അറിഞ്ഞുകൂടാല്ലേ, അതുകൊണ്ട് പിറ്റേന്ന് വീണ്ടും ഒരെണ്ണം കൂടെ കഴിച്ചു. നമ്മൾ കഴിക്കുന്ന രീതിയിൽ ഞാൻ പ്രഷറിൻ്റെ ആഞ്ചലും എടുത്ത് കഴിക്കുന്നു. ഒന്നീ കവറിൻ്റെ പുറത്തവർ എഴുതി തരുമായിരുന്നു, മറ്റവർ ഇരിക്കുന്നവർ. ഇത് അങ്ങനെയുള്ളവരില്ലായിരുന്നു അന്ന്. അവിടെ പ്രഷർ നോക്കാനിരിക്കുന്ന ഒച്ചായി തന്നതൊക്കെ. അന്നേരം എത്രൻ്റെതാണ് കഴിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കറിഞ്ഞുകൂടാ, ഇവിടുന്ന് തരുന്നു ഞാൻ കഴിക്കുന്നു. ഞാൻ എടുത്ത് ചോദിച്ചു കൊളസ്ട്രോളിൻ്റെ ഇല്ലയോ. അന്നേരം കൊളസ്ട്രോളിൻ്റെ ഇല്ല, ഈ കാണുന്ന ഇത്രയും വേറെ മേടിക്കാൻ പറഞ്ഞു. അതെനിക്ക് ഇതിന് മുമ്പ് പനിയായിട്ടൊക്കെ ചെന്നപ്പം എഴുതി തന്നതിൻ്റെ ഒക്കെയാണ്. അതെനിക്കറിയാമല്ലോ, എഴുതി തന്ന അന്നത്തെ അത് നോക്കി അവരടിച്ചത്. അതിൽ ഇതൊന്നുമില്ല, ഇത് മാറിയത് എടുത്ത് തന്നു. ആ കവർ അതിലേ ഈ ഒരു സാധനം ഇല്ല, ഇതില്ല. അമ്മയ്ക്ക് എന്ത് സംഭവിച്ചത് കഴിഞ്ഞതിന് ശേഷം? എനിക്ക് മിണ്ടാൻ വയ്യ, എനിക്ക് എഴുന്നേക്കാനൊക്കത്തില്ല, നടക്കാനൊക്കത്തില്ല. അന്നേരം എനിക്കങ്ങ് വല്ലാതെ വരും, മിണ്ടാൻ വയ്യാതൊക്കെ വരും. പിന്നെ കിടന്നിട്ട് ഇന്നലെ ഞാൻ 12:30 കഴിഞ്ഞാൽ എഴുന്നേറ്റത് എനിക്കൊരു ബലമില്ല നടക്കാൻ. പിന്നെ മെനഞ്ഞാന്ന് 11:30 എങ്ങാണ്ട് കഴിഞ്ഞാൽ എഴുന്നേറ്റത്. പിന്നെ ഇതുപോലെ അങ്ങ് ക്ഷീണമാണ് എപ്പോഴും. എനിക്ക് കിടന്നു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാനൊക്കത്തില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ പിടിച്ചവിടെ അങ്ങ് നിൽക്കും. ഇനിയിപ്പം അവൾ ഇന്നലെ വന്നപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അമ്മ ഈ ഗുളിക കഴിക്കരുത്, ഈ ഗുളിക ഇതിനൊന്നുമുള്ള ഗുളികയല്ലെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞ് കഴിക്കരുതേ നിങ്ങൾ, ഞാൻ പറയാം പിന്നെ കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ ഇത് ഗുളിക കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ 2 ദിവസം എടുക്കാതിരുന്നത്. പിന്നെ ഞാൻ വിളിച്ചിനി പ്രഷറിൻ്റെ തന്നെ ആയിരിക്കുമല്ലോ അവർ തന്നത്. എന്നാലും അവിടെ മിക്കവാറും പ്രഷറിൻ്റെ ഇല്ല, അതുകൊണ്ട് നമ്മൾ വെളിയിൽ നിന്നാണ് എടുക്കുന്നത്. ഇതിനകത്ത് എത്രണ്ണം കഴിച്ച്? 2 എണ്ണം. അതിനകത്തുണ്ടല്ലോ 2 എണ്ണം എടുത്തിട്ടുള്ളൂ ഞാൻ. ബാക്കി അതിൽ നിന്ന് ഒരു കൂട്ടം എടുത്ത് ഞാൻ കഴിക്കുന്നതിനകത്തോട്ട് വെച്ചത്. ബാക്കി 5 കവറും അതിനകത്ത് തന്നെ ഇരുന്നായിരുന്നു. പിന്നെ ഇന്നാ 2 എണ്ണം എടുത്തത് അതിലോട്ട് വെച്ചത്. മരുന്ന് മാറിപ്പോയി എന്നുള്ള യാഥാർത്ഥ്യം മെഡിക്കൽ ഓഫീസർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. വളരെ സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്ന ഈ മരുന്ന് എങ്ങനെ ഈ സുകേശിനി അമ്മയ്ക്ക് എടുത്തു നൽകി എന്ന കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്വേഷണം നടത്തിയാൽ ഇത് ഗുരുതരമായ വീഴ്ചയാണ്. ഇത്തരത്തിലുള്ള മരുന്ന് മാറി നൽകുക ഈ പ്രായം ചെന്ന ഈ 72 വയസ്സുള്ള അമ്മയെ സംബന്ധിച്ച് ഒരുപക്ഷെ ജീവൻ നഷ്ടപ്പെടാനുള്ള ഇതിലേക്കൊക്കെ നയിക്കാമായിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് അതൊന്നും ഉണ്ടായില്ല, ഉണ്ടാവാതിരിക്കട്ടെ. ഇത് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ്, അവിടെ മരുന്നുകൾ ഉണ്ട്. പക്ഷേ മരുന്ന് മരുന്നില്ല എന്നുള്ള പരാതിയാണ് പല ഭാഗത്തു നിന്നും പുറത്തു വരുന്നത്. എന്നാൽ ഉള്ള മരുന്നുകൾ മാറിപ്പോയത് മരുന്ന് തന്നെ മാനസിക ഭ്രാന്തിക്കുള്ള മരുന്നാണ് ഈ 72 വയസ്സുള്ള അമ്മയ്ക്ക് കൊടുത്തത്. എന്തായാലും വളരെ ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്നാണ് മെഡിക്കൽ ഓഫീസർ പറയുന്നതെങ്കിലും 2 ദിവസത്തെ മരുന്നും കൂടി ഇരുന്നത് കൊണ്ട് ഈ മരുന്ന് എടുത്തില്ല. അന്നേരം ഇവിടുന്ന് ചില ദിവസങ്ങളിൽ കൊടുക്കുമ്പം പ്രഷറിൻ്റെത് കൊടുക്കത്തില്ല, ചിലപ്പം കൊടുക്കും. വീട്ടിലാണ് മരുന്ന് കൊടുത്തപ്പോൾ അതിനകത്ത് ഇപ്പം തുണ്ടിനകത്ത് നമുക്ക് ഇന്ന ദിവസം കഴിക്കണം, അല്ലെങ്കിൽ ഇത്ര നേരം കഴിക്കണമെന്ന് എഴുതി കൊടുക്കുമല്ലോ. ഇപ്രാവശ്യം അതൊന്നും എഴുതി കൊടുത്തില്ലായിരുന്നു. അമ്മ വിചാരിച്ചത് പ്രഷറിൻ്റെ ഗുളികയാണെന്നും പറഞ്ഞാൽ അന്നേരത്ത് കഴിച്ചത് തിങ്കളാഴ്ച രാത്രിയാണ് കഴിക്കുന്നത്. പിറ്റേന്ന് രാവിലെ അന്ന് എണീക്കാൻ പറ്റില്ല, 12 മണിയാവാറാണ് എനിക്ക് എണീറ്റത്. ഞാൻ 3 മണിയായപ്പോഴാണ് അമ്മയൊന്ന് വിളിച്ച് എൻ്റെ അടുത്ത് സംസാരിക്കുന്നെങ്കിലും അമ്മയ്ക്കെല്ലാം നാക്ക് കുഴയുന്നതാണൊക്കെ തോന്നിയത്. ഇവിടെ ഞാനും വിചാരിച്ച് പവർ കൂടിയ ഗുളിക എങ്ങാണ്ട് കൊടുത്തത് കൊണ്ടായിരിക്കും ഷുഗറിൻ്റെത് കൂടിയതാണെന്ന് വിചാരിച്ചോളൂ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് തല കറങ്ങുന്നതൊക്കെ തോന്നുന്നുണ്ട്, നീ ഫോൺ വയ്ക്കാൻ പറഞ്ഞു. അപ്പോഴേ തന്നെ ഞങ്ങളുടെ ഒരു ബന്ധു എൻ്റെ തൊട്ടപ്പുറത്തുണ്ട്. അങ്ങനെ ഞാൻ ചേച്ചിയെ വിളിച്ച് പറഞ്ഞ് ഒന്ന് ചെല്ലിയേച്ചി ഒന്ന് നോക്കാൻ പറഞ്ഞു. ചെന്നപ്പോൾ അമ്മ സിറ്റൗട്ടിൽ തറയിൽ കിടക്കുക.
ചേച്ചിയെ നോക്കുമ്പോൾ തല നല്ലതുപോലെ മഴിച്ചിട്ടുണ്ട്. പിന്നെ പിടിച്ചെണീപ്പിച്ച് വെള്ളമൊക്കെ കൊടുത്ത് ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ആ ഒരു എന്തരംഗം മാറി. പക്ഷേ ഇപ്പോഴും അമ്മയ്ക്ക് ആ ഒരു കറക്റ്റ് ലെവലും ആയിട്ടില്ല. അങ്ങനെ ഞാൻ ഇന്നലെ ചെന്ന് ഞാൻ ആ ഗുളികയുടെ എന്താ പേരെഴുതി ഇതേണൊക്കെ കൊണ്ടുവന്ന് നോക്കിയപ്പോഴാണ് ആളുകളെ കാണിച്ചപ്പോഴാണ് ഇതിന് മെൻ്റൽ ഡിപ്രഷനൊക്കെ കൊടുക്കുന്ന ഗുളികയാണെന്ന് അറിഞ്ഞത്. പിന്നെ നമ്മൾ അതുകൊണ്ട് കഴിക്കേണ്ടതെന്ന് മുന്നേ പറഞ്ഞായിരുന്നു. ഇനിയിപ്പം മുഖത്തൊക്കെ ഒരു ചെറിയ നീരൊക്കെ ഉണ്ട്. പഴയ കണക്ക് ഉള്ള ഒരു ആരോഗ്യകരമായി. ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത പുറത്തു വന്നതോടെ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനെതിരെ പ്രക്ഷോഭവുമായി പല രാഷ്ട്രീയ കക്ഷികൾ BJP ഉൾപ്പെടെ ഉള്ളവരെത്തി. പോലീസ് വളരെ പണിപ്പെട്ടാണ് ഇവരെ സമാധാനിപ്പിച്ച് തിരികെ അയച്ചത്. വളരെ പാവങ്ങളായ നിർദ്ധരായിട്ടുള്ള രോഗികളാണ് ഇവിടെ നിന്ന് മരുന്ന് വാങ്ങിക്കുന്നത്. സ്ഥിരമായി ഇവിടുത്തെ പ്രഷറിനും ഷുഗറിനും കൊളസ്ട്രോളിനുമുള്ള മരുന്ന് വാങ്ങിക്കൊണ്ടിരിക്കുക. വെള്ളിയാഴ്ച മരുന്നിന് ഇവിടെ വരുന്ന സമയത്ത് ഡ്യൂട്ടി ഡോക്ടറില്ലായിരുന്നു. ഡ്യൂട്ടി ഡോക്ടറുടെ ആബ്സൻസിൽ ഇവിടെ വേറെ ഏതോ ഒരു സ്റ്റാഫ്, ആരാണെന്ന് നമുക്കറിയില്ല, ഒരു സ്റ്റാഫ് മരുന്നെടുത്ത് കൊടുത്തു. കുറച്ച് മരുന്ന് ഇവിടുന്ന് കൊടുത്തു, കുറച്ച് അതിനകത്ത് ആ പ്രിസ്ക്രിപ്ഷനകത്ത് ഇൻറ്റു മാർക്കിട്ട് പുറത്തുനിന്ന് എടുക്കണമെന്ന് പറഞ്ഞു. അക്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു മരുന്ന് അവർക്ക് ഇവിടുന്ന് കൊടുത്തതാണ്. 6 സ്ട്രിപ്പിലായിട്ട് 60 ഗുളികയാണ് ഇതിനകത്ത്. ഒരു കാരണവശാലും ഈ ഗുളിക 60 എണ്ണമെന്ന് ഒരു പേഷ്യൻറ്റ് കഴിക്കാൻ പറ്റില്ല. ഇത് സഡേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണെന്നാണ് മെഡിക്കൽ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. മാനസിക പ്രശ്നമുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഗുളികയാണ് അത്. ഇവർക്ക് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. ഇവർക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് പ്രഷറിൻ്റെ പകരമുള്ള ഗുളികയാണ് എന്ന് കരുതിയിട്ടുണ്ട്. വെള്ളിയാഴ്ച മരുന്ന് വാങ്ങിയെങ്കിലും 2 ദിവസം കഴിഞ്ഞിട്ട് തിങ്കളാഴ്ചയാണ് ആ പഴയ മരുന്ന് തീർന്നത്. അങ്ങനെ ഇത് കഴിച്ചൊരു ദിവസം കൊണ്ട് തുടങ്ങി. ഒരു ദിവസം രാത്രി കഴിച്ചപ്പോൾ ചെറിയ അസ്വസ്ഥയുണ്ടായി. അത് ചിലപ്പോൾ അല്ലാതെ പ്രായത്തിൻ്റെ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഒരു പിറ്റേ ദിവസം ഒരു ഗുളികയോടെ കഴിച്ചു. ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്ര പലതരത്തിലുള്ള വീഴ്ചകൾ പല സർക്കാർ കേന്ദ്രങ്ങളിൽ ആശുപത്രിയിൽ ഉൾപ്പെടെ ഉണ്ടാകുമ്പോഴും അന്വേഷണം നടത്തുന്നതല്ലാതെ വീഴ്ചകൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. കുറ്റക്കാരെ കണ്ടെത്തുകയോ പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത കടത്തു വരുന്നില്ല. എന്തായാലും ഇപ്പോൾ ഇവർ ആരോഗ്യം വീണ്ടെടുത്തിട്ടുണ്ട് ഈ സുകേശിനിയമ്മ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. വളരെ ഗുരുതരമായൊരു പിഴവാണ് ഉണ്ടായത്. അത് മാനസിക വിഭ്രാന്തിക്കുള്ള മരുന്ന് ഇത്രയും പ്രായമുള്ളൊരു അമ്മയ്ക്ക് എടുത്തു നൽകുന്നു. അത് 2 ദിവസമാണ് ഇവർ കഴിച്ചത്. വളരെ വീഴ്ചയാണ് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലുണ്ടായത്. അതുകൂടെ പോയി. ഈ അടുത്ത സമയത്ത് 2 മാസം പ്രായം വെച്ചാൽ വീണ്ടും ഇഞ്ചക്ഷൻ എടുക്കണം എടുത്ത് ആ മൊത്തവും ചുമന്ന് പഴുത്ത് വ്രണമായിരിക്കുന്നു. അത് നിരന്തരമായി ഇവരെപ്പോഴും എൻക്വയറി നടത്തണം. കേൾക്കുന്നുണ്ട്, ഇവിടെ നിയമമുണ്ടല്ലേ. ഏകദേശം 10-20 മിനിറ്റ് ഗ്യാപ്പിൽ നിരന്തരം അന്വേഷിക്കുന്നുണ്ട്. അതെ. ഈ എന്തുകൊണ്ടാണ് ഈ ഡോക്ടർ ഇയാളുടെ പറയാത്തത്? അല്ല, ഇപ്പം ഈ സൈക്കാട്രിക് പേഷ്യന്റെ കയ്യിൽ ആ മരുന്നുണ്ടോ എന്നുള്ള കാര്യം സാറേ ശരി. ഇപ്പോൾ സാറ് ഇവിടെ ഇരിക്കുമ്പോൾ ആ അന്ന് തോപ്പി ടിക്കറ്റ് എടുത്തിട്ട് അന്ന് സൈക്കാട്രിക് പേഷ്യൻ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം.